ഇതെവിടെ പോയി കിടക്കുന്നു? എത്ര നേരം കൊണ്ട് വിളിക്കുവാ ഞാൻ? ഞാൻ ഇനി ഇവിടൊന്നും പോകുന്നില്ല. അമ്മ പോകുമ്പോഴേ വരുന്നുള്ളൂ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? സ്കൂളിൽ പോണ്ടേ? വേണ്ട, ഞാൻ കുറച്ചു ദിവസം ലീവാ. അമ്മയുടെ അടുത്താണെന്ന് ടീച്ചർമാരോട് പറഞ്ഞാ പോരെ? അപ്പൊ എക്സാമോ? എക്സാമിനുള്ളൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. അപ്പടി കേമി, ഇയാള് കൊള്ളാലോ. പക്ഷേ എക്സാം അടുത്ത് വരുന്നോണ്ടേ ടീച്ചർമാരൊന്നും സമ്മതിക്കില്ല. മോക്ക് അമ്മയെ കാണണം തോന്നുമ്പോ എപ്പോഴായാലും അച്ഛൻ കൊണ്ട് വന്നാ പോരെ? അമ്മയുടെ പൊന്നുമുത്തല്ലേ, കുറച്ചു ദിവസം കഴിഞ്ഞാ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ അമ്മ അങ്ങ് വരില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? അവിടെ ശിശിരാന്റി ഇല്ലേ? വേണ്ട, ശിശിരാന്റി കൊള്ളത്തില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. കണ്ടില്ലേ ഗൗരിമോളുടെയും സമൃദ്ധയുടെയും സ്നേഹം? രണ്ടുപേർക്കും ജീവൻ തിരിച്ചു കിട്ടിയ പോലെ. മോളുടെ സാമീപ്യം സമൃദ്ധിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ ഗുണം ചെയ്യുമെന്ന് ഗുരുജി പറഞ്ഞത് ശരിയായില്ലേ? ഗൗരിമോളെ കൊണ്ടുവന്നൊക്കെ നന്നായി. പക്ഷേ സമൃദ്ധയ്ക്ക് ഓർമ്മ തിരിച്ചു വരുമ്പോ ഈ സന്തോഷം മായുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ന് ഗൂഗിളിന് ഉറപ്പ് പറയാൻ പറ്റൂ? ഇത്രയും ബുദ്ധിമുട്ടി ചികിത്സ നടത്തിയിട്ട് നമ്മൾ വിഡ്ഢികളായി പോരുത്. ഏയ്, അങ്ങനൊന്നും സംഭവിക്കില്ല. ഓർമ്മ തിരിച്ചു കിട്ടിയാലും സമൃദ്ധ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഗൗരിമോളെ വിട്ട് സമൃദ്ധിക്ക് എവിടെയും പോവാൻ കഴിയില്ല. അങ്ങനെയാ എന്റെ മനസ്സ് പറയുന്നത്. അതൊരു പ്രതീക്ഷ മാത്രമല്ലേ ഗൂഗിൾ? ആക്സിഡന്റ് പറ്റുന്നതിന് മുൻപുള്ള സമൃദ്ധ ആരായിരുന്നു? അവളുടെ കുടുംബം ഏതായിരുന്നു? അവളുടെ ബന്ധുക്കൾ ആരായിരുന്നു? ഇതൊന്നും നമുക്കാർക്കും അറിയില്ലല്ലോ. ഒരുപക്ഷെ ഇതിനേക്കാൾ തീവ്രമായൊരു കുടുംബ ബന്ധം സമൃദ്ധയ്ക്ക് മുൻപുണ്ടായിട്ടുണ്ടെങ്കിലോ? അതിന്റെ തെളിവല്ലേ ഇപ്പോഴും അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി. ഓർമ്മയില്ലാത്ത ഈ ഘട്ടത്തിൽ പോലും അതിലൊന്ന് തൊടാൻ അവള് സമ്മതിക്കുന്നുണ്ടോ? അതെന്തുകൊണ്ടായിരിക്കും? മോൾ എന്തേ പറഞ്ഞു വരുന്നേ? എന്തായാലും അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി കെട്ടിയ ഒരാൾ ഉണ്ടാവുമല്ലോ. ഓർമ്മ തിരിച്ചു വരുമ്പോ അവൾ ആദ്യം ഓർമ്മിക്കുന്നത് ആ ഭർത്താവിനെ ആണെങ്കിലും. മോനെ, ആ ഗുരുജി പറയും പോലെ ചികിത്സ കഴിഞ്ഞ് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോ ഓർമ്മ തിരിച്ചു കിട്ടുന്ന സമയത്ത് ഗൗരിമോൾ ആരാ എന്താന്നൊക്കെ അവള് ചോദിച്ച? ഈ ചോദ്യങ്ങളൊന്നും എന്റെ ഉള്ളിലില്ലെന്നാണോ? ഓർമ്മ മടങ്ങുമ്പോൾ സത്യം തിരിച്ചറിയാൻ മനസ്സിന് ശക്തി വേണം. ഒരു തിരിച്ചറിവ്. അത് കഴിഞ്ഞാൽ അവളുടെ ജീവിതം പഴയതായിരിക്കില്ല. അതാണ് വെറ്റിലയിൽ കാണുന്നത്. മാതാദേവമ്മയ്ക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി. സത്യം താങ്ങാനുള്ള ശക്തി മനസ്സിനില്ലെങ്കിൽ രോഗിയുടെ മാനസികാവസ്ഥ തന്നെ മാറിപ്പോവും. രണ്ടാം ഘട്ട ചികിത്സ കുറച്ചുകൂടി സൂക്ഷിക്കണമെന്നർത്ഥം അല്ലേ ഗുരുജി? അതെ. ആദ്യം വെളിച്ചത്തിലൂടെ ഒരു സഞ്ചാരം, പിന്നെ ഇരുട്ടിലേക്ക്, വീണ്ടും പഴയ വെളിച്ചത്തിലേക്ക്. ഇവിടെ രോഗി ആദ്യം തളരും, പിന്നീട് മാത്രമേ പഴയ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കാൻ കഴിയൂ. ഒന്നാം ഘട്ട ചികിത്സ കൃത്യമായിരുന്നു. മരുന്നുകളും പ്രാർത്ഥനയും എല്ലാം സമൃദ്ധിയിൽ നല്ല മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ
അവളുടെ ശത്രു അവളുടെ മനസ്സ് തന്നെ. പ്രാർത്ഥന കൊണ്ട് മാത്രമേ അതിനുള്ള ശക്തി നേടാൻ കഴിയൂ. ഞാൻ ശ്രദ്ധിച്ചോളാം. പൂജാകർമ്മങ്ങളും പ്രാർത്ഥനകളും എല്ലാം അതുപോലെ തന്നെ നടക്കട്ടെ. ഉം. എല്ലാവരും കരുതുന്ന പോലെ ഓർമ്മകൾ തിരികെ കിട്ടുന്നത് ചികിത്സയുടെ അവസാനമല്ല, ഈ യാത്രയിൽ തന്നെ. അതുതന്നെയാ സമൃദ്ധ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഉം. ആ, വരൂ, ഇരിക്കൂ. എന്തായാലും ഗോകുൽ ഇപ്പൊ വന്നത് നന്നായി. ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ ഗുരുജി? 1-ാം ഘട്ടത്തിലെ ചികിത്സകൾ പൂർണ്ണ വിജയമാണ്. അടുത്ത ഘട്ടം ആരംഭിക്കാൻ പോവാണ്. ഓർമ്മയുടെ ചില സ്പാർക്കുകൾ ഈ 2-ാം ഘട്ടത്തിൽ തന്നെ സമൃദ്ധിയിലേക്ക് വന്നു തുടങ്ങും. അത് എപ്പോ എങ്ങനെയെന്നൊന്നും പറയാൻ സാധിക്കില്ല. രോഗി അതിഭയങ്കരമായി തളർന്നു പോകുന്ന സമയമാണത്. ആ സമയം സമൃദ്ധയ്ക്ക് മാനസികമായ പിൻബലം കൊടുക്കണം. അത് ഗോകുലം കൊണ്ട് മാത്രമേ സാധിക്കൂ. ഞാൻ കൂടെ തന്നെയുണ്ട്. ഇനിയുള്ള ചികിത്സ പൂർത്തിയാക്കാൻ കുറച്ച് ദിവസങ്ങൾ മതി.